തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചു. സ്വന്തം പഞ്ചായത്തായ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായതിനെ തുടർന്നാണ് രാജി. പഞ്ചായത്ത് പ്രസിഡന്റും 2 അംഗങ്ങളും കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ച് CPMുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ രാജി തള്ളി KPCC നേതൃത്വം രംഗത്തെത്തി. സ്വന്തം പഞ്ചായത്തായ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം നഷ്ടമായതിനെ തുടർന്ന് കടുത്ത വിമർശനമാണ് പാലോട് രവിക്കെതിരെ കോൺഗ്രസിൽ നിന്ന് ഉയർന്നത്. പെരിങ്ങമല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനു മടത്തറയും 2 പഞ്ചായത്ത് അംഗങ്ങളുമാണ് രാജിവെച്ച് CPIMുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇതോടെ പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. ഈ സാഹചര്യത്തിലായിരുന്നു തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയുടെ രാജിനാടകം. പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതിലെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്നാണ് KPCCക്ക് പാലോട് രവി നൽകിയ കത്തിൽ പറയുന്നത്. എന്നാൽ കത്ത് നൽകി മിനിറ്റുകൾക്കകം തന്നെ രാജി തള്ളി KPCC നേതൃത്വം രംഗത്തെത്തി. രാജി അംഗീകരിക്കില്ലെന്നും പാലോട് രവിയുടേത് വൈകാരിക പ്രകടനം മാത്രമാണ് എന്നുമാണ് KPCC നിലപാട്. എന്നാൽ രാജിക്കത്ത് നൽകിയതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പാലോട് രവി തയ്യാറായില്ല. ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടനയിൽ അടുപ്പക്കാരെ മാത്രം ഉൾപ്പെടുത്തിയതിനെതിരെ വലിയ പൊട്ടിത്തെറിയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിൽ ഉണ്ടായത്. ഇതിലുള്ള പ്രവർത്തകരുടെ അമർഷം തണുപ്പിക്കാൻ കൂടിയാണ് രാജിനാടകം എന്നാണ് വിലയിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഷീജയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി വാർത്തയുടെ. ഷിജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഷിജ, കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഈ പാലോട് രവി രാജിവെച്ചുവെന്ന വാർത്ത വരുന്നത്. അതിനുശേഷം മിനിറ്റുകൾക്കകം തന്നെയാണ് ഈ രാജി തള്ളിക്കൊണ്ട് KPCC നേതൃത്വത്തിന്റെ കത്ത് വരുന്നത്. തീർത്തും വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നു രാജിക്കത്തിൽ എന്നൊക്കെയാണ് നേതൃത്വം പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതെന്തിനാണ് ഇങ്ങനെ ഒരു നാടകം? കീർത്തി, ഏതായാലും ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇതിനകം ഇപ്പോഴല്ല ഉടലെടുത്തിട്ടുള്ളത്. വലിയ തോതിൽ കുറച്ച് നാളുകളായി തന്നെ പാലോട് രവിക്കെതിരെയുള്ള പ്രശ്നങ്ങൾ പുകയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു രാജി നാടകത്തെയും കാണേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ പെരിങ്ങമല പഞ്ചായത്ത് ഭരണം നഷ്ടമായത് വലിയ തോതിൽ കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരാണ് CPIMുമായി ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജി എന്നാണ് പാലോട് രവി പറയുന്നത്. അതിനൊപ്പം തന്നെ പറയേണ്ടത് പാലോട് രവിയുടെ രാജി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള KPCCയുടെ നിലപാടും. ഇതിൽ പ്രധാനമായും DCC പ്രസിഡന്റ്, പ്രത്യേകിച്ചും സംസ്ഥാനത്തെ ഒരു 6 ജില്ലകൾക്കെതിരെ വലിയ തോതിൽ അവിടുത്തെ 6 ജില്ലകളിലെ DCC പ്രസിഡന്റുമാരെ മാറ്റണം എന്നൊരു തീരുമാനം നേരത്തെ തന്നെ KPCC എടുത്തിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആ ജില്ലകളിലൊക്കെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉടലെടുക്കുന്നു. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ തന്നെ വലിയ തോതിലുള്ള അതൃപ്തി നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു ബ്ലോക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും പാലോട് രവി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കോടതിയെ സമീപിച്ച സാഹചര്യം അടക്കം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു മുഖം രക്ഷിക്കുക എന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ പാലോട് രവിയുടെ ഈ ഒരു നടപടിയെ കാണേണ്ടത്. കാരണം രാജി എന്നുള്ളൊരു കാര്യത്തിലേക്ക് നീങ്ങിയതിലേക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായ പ്രശ്നം ഈ പഞ്ചായത്ത് ഭരണം നഷ്ടമായത് തന്നെയാണ്. കാരണം ജില്ലയിലെ കോൺഗ്രസിന് അത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രാജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് നിലവിൽ അംഗീകരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് KPCCക്കുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വലിയ തോതിലുള്ള വിമർശനങ്ങൾ പാലോട് രവിക്കെതിരെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഈ ബ്ലോക്ക് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ കോടതിയെ സമീപിച്ചൊരു സാഹചര്യം, അതിനൊപ്പം തന്നെ ഏതായാലും പാലോട് രവിക്കെതിരെ കൂടുതൽ വിമർശനങ്ങളുമായി ജില്ലയിലെ നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവർ തന്നെ ഈ ഒരു അതൃപ്തി KPCCയെ അറിയിക്കാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ, അതോടൊപ്പം തന്നെ കൂടുതൽ ഈ ഒരു പാലോട് രവിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഒക്കെ ഉയർന്നു വരാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ KPCC നേതൃത്വത്തിനെ സമീപിക്കുക എന്നൊരു പൊതു നിലപാടിലേക്കാണ് പാലോട് രവിക്കെതിരെ നിലനിൽക്കുന്ന വിഭാഗത്തിന്റെ തീരുമാനമെന്ന് പറയുന്നത്. ശരി, ശരിയാണ്.